ഈ പകൽ ചിന്തയ്ക്കായിട്ട് വളരെ സുപരിതമായ ഒരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. ജോൺ ചാപ്റ്റർ 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, യേശു പിന്നെയും അവരോട് സംസാരിച്ചത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ 2 ഭാഗമായിട്ടാണ് നമ്മളിത് പഠിക്കുവാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗം, സ്തോത്രം, യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. രണ്ടാമത് പറയുന്നു, ആരനുഗമിക്കുന്നുവോ അവരും ലോകത്തിൻ്റെ വെളിച്ചമായി മാറും. ദൈവത്തിന് സ്തോത്രം. ഈ 2 ഭാഗങ്ങൾ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ഈ സന്ദേശം കേൾക്കുവാനായിട്ട്. വചനത്തിലുടനീളം പഠിക്കാമെങ്കിൽ യേശുവിനെ പലതിനോടും ഉപമിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സ്തോത്രം. ഒരു സ്ഥലത്ത് യേശു പറയുന്നു, ഞാൻ വഴിയാകുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നല്ല സ്നേഹിതനാകുന്നു. അങ്ങനെ വിവിധ കാര്യങ്ങളോടും വിവിധ അനുഭവങ്ങളോടും ചേർത്ത് പുത്രനായ ക്രിസ്തുവിനെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അനുഭവത്തിൽ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഭാഗം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിവിധ ഘട്ടങ്ങളായി, വഴിയായി, സ്നേഹിതനായി, മുന്തിരിവള്ളിയായി, ഇടയനായി, പല രീതിയിൽ യേശുവിനെ ഊഹിക്കുമ്പോൾ ഇതെല്ലാം പിതാവാം ദൈവത്തിൽ വ്യാപരിക്കുന്ന ആ സ്വർഗീയ നന്മകളാണ് പുത്രനിലൂടെ ഭൂമിയിൽ വെളിപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. പിതാവ് എന്താണോ അത് ഭൂമിയിൽ വന്ന് നമുക്ക് കാണിച്ചു തന്നതാണ് പുത്രനായ ക്രിസ്തു. സ്തോത്രം. അങ്ങനെയെങ്കിൽ യോഹന്നാൻ 14:9 ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ വഴിയായി യേശു വെളിപ്പെടുമ്പോൾ ഓർക്കണം, പിതാവാ ദൈവവും വഴിയാണ്. വഴിയായി ഇടയനായി യേശു വെളിപ്പെടുമ്പോൾ അത് പിതാവാ ദൈവം നല്ല ഇടയനാണ് എന്നതുപോലെ അനേക യേശുവിനെ, പുത്രനായ ക്രിസ്തുവിനെ ഏത് തരത്തിൽ ഭൂമിയിൽ ദൈവം കാണിച്ചുവോ അത് പിതാവ് എന്താണെന്ന് ഭൂമിയിൽ നമുക്ക് വെളിപ്പെടുത്തിയതാണ്. യേശു പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ ലോകത്തിന് വെളിച്ചമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ പിതാവ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സ്തോത്രം. അല്ലേ? അതിലെ അർത്ഥം അതങ്ങനെ തന്നെയാണോ? സങ്കീർത്തനത്തിലേക്ക് വരാമെങ്കിൽ 104-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. Psalms 104:1-2. യേശു വെറുതെ പറഞ്ഞതാണോ? അത് അങ്ങനെ തന്നെയാണോ നോക്കാം. 104. ഓക്കെ. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. വസ്ത്രം ധരിക്കുന്നത് പോലെ നീ എന്ത് ചെയ്തിരിക്കുന്നു? പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ സ്തോത്രം. പിതാവ് ആരാണ്? പിതാവ് ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ടാണ് പുത്രനും ലോകത്തിന്റെ വെളിച്ചമായത്. അതുകൊണ്ടാണ് പുത്രനെ അനുഗമിക്കുന്നവനും എന്തായി മാറും? ലോകത്തിന്റെ വെളിച്ചമായി മാറും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? എൻ്റെ പിതാവ് ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ടാണ്. എന്നെ കാണുന്നവൻ ആരെ കാണുന്നു? പിതാവിനെ കാണുന്നു. സ്തോത്രം. എന്നാൽ ഇത് വാസ്തവത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. മത്തായി 17:1-2 വായിച്ചേ. മാത്യു 17:1-2. യേശുവിന് സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് യേശു കയറിപ്പോയി ശിഷ്യന്മാരുമായി. അവരുടെ മുമ്പാകെ അവൻ രൂപാന്തരപ്പെട്ടു. എന്താണ് രൂപാന്തരം? പുത്രനിൽ പിതാവ് വെളിപ്പെടുന്നതാണ് രൂപാന്തരം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താണ് നമ്മുടെ രൂപാന്തരം? പുത്രനായ എന്നിൽ പിതാവ് വെളിപ്പെടുന്നതാണ് രൂപാന്തരം. എന്താണ് പിതാവ് വെളിപ്പെട്ടത്? വായിച്ചേ. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഹല്ലേലൂയ.
പിതാവ് വെളിച്ചം വസ്ത്രം പോലെ ധരിച്ചെങ്കിൽ പുത്രന്റെ വസ്ത്രവും വെളിച്ചം പോലെ വെളിപ്പെട്ടു. സ്തോത്രം. ഓ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് പിതാവ്? അതാണ് പുത്രൻ വെളിപ്പെടുത്തിയത്. പിതാവ് പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ചത് ശിഷ്യന്മാർ കണ്ണുകൊണ്ട് കാണുന്നു. പുത്രനും പ്രകാശ വസ്ത്രം പോലെ ധരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണോ പിതാവ്, അതാണ് പുത്രൻ ഭൂമിയിൽ വെളിപ്പെടുത്തിയത്. എന്താണ്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം, പിതാവിലുള്ളത് എന്തിനാണ് പുത്രനിൽ കൊടുത്തത്? പിതാവിൽ മാത്രമുള്ളത് എന്തിനാണ് പുത്രനിൽ കൊടുത്തത്? അവിടെയാണ് എഫേസ്യ ലേഖനം 1:3 ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. ആരിൽ അനുഗ്രഹിച്ചിരിക്കുന്നു? ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, പിതാവിലിരുന്ന നന്മ പുത്രന് കൊടുക്കുന്നു. പുത്രൻ ഭൂമിയിൽ വന്നിട്ട് ആര് പുത്രനെ അനുഗമിക്കുന്നുവോ, അനുഗമിക്കുന്നവന് ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും പിതാവ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്തോത്രം, സ്തോത്രം. മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം, ഈ ഭാഗം ശ്രദ്ധിച്ചേ പറ്റൂ. പുത്രനിലിരുന്ന, പിതാവിലിരുന്ന സകല നന്മകളും പുത്രന് കൊടുത്തത്, ക്രിസ്തുവിന് കൊടുത്തത്. ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിനെ അനുഗമിക്കുന്നവർക്ക്, ആമേൻ, ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവിന് മഹത്വം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, എൻ്റെ ലായിരുന്നു ഈ നന്മയെല്ലാം തന്നിരുന്നെങ്കിൽ മൊത്തം ഞാൻ നിങ്ങൾക്ക് തരത്തില്ലായിരുന്നു. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നല്ല കളിയാ. ഈ നന്മ എൻ്റെ ദൈവം തന്നിരുന്നെങ്കിൽ മൊത്തം നിങ്ങൾക്ക് തരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആർക്കും കൊടുക്കാതെ പുത്രനിൽ കൊടുത്ത്. എന്താണെന്നറിയാമോ? മുഴുവനും നമുക്ക് തന്നേച്ചു പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പിതാവിലൊരു നന്മ പുത്രനിൽ വന്നു. പുത്രനിൽ വന്ന നന്മ എന്നിൽ വന്നിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പിതാവ് വെളിച്ചമാകുന്നു, പുത്രൻ വെളിച്ചമാകുന്നു, നമ്മൾ ഓരോരുത്തരും ഭൂമിയുടെ ലോകത്തിന്റെ വെളിച്ചമായി മാറുന്നു. സ്തോത്രം. ഏതെങ്കിലും സഭയുടെ വെളിച്ചമല്ല, ഏതെങ്കിലും ഗ്രൂപ്പിന്റെ വെളിച്ചമല്ല, ഏതെങ്കിലും കുടുംബത്തിന്റെ വെളിച്ചമല്ല, നീ ലോകത്തിന്റെ വെളിച്ചമാ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം. എന്തിനു വേണ്ടിയാ നമ്മിലേക്ക് ഇത് പകർന്നത്? അവിടെയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നു, 6-ാം അധ്യായം, മത്തായി സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകാൻ വേണ്ടി, നിന്റെ ഇഷ്ടം സ്വർഗത്തിലിരിക്കുന്ന നിന്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടി സ്വർഗത്തിലെ നന്മ നീ ക്രിസ്തുവിന് നൽകി, ക്രിസ്തു ആ നന്മ എനിക്ക് നൽകി. അതുകൊണ്ട് വെളിച്ചമായി തീർന്ന മകനും മകളുമായി തീർന്ന ഓരോരുത്തരോടും ദൈവത്തിന് പറയുവാനുള്ള ദൂത്, നീ എന്നെ വിളിച്ചതും വേർതിരിച്ചതും കൃപയാൽ നിറച്ചതും, സ്തോത്രം, ആമേ, സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ വെളിച്ചം നിന്നിൽ പകർന്നത് പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടിയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നതിന് എന്ത് ചെയ്യും? അവരും വെളിച്ചമുള്ളവരായി മാറുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചോ? സംഭവിച്ചു. എവിടെ സംഭവിച്ചത്? മത്തായി 5:14 വായിക്കാം. മാത്യു 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ മാത്രമല്ല, ഇപ്പൊ നിങ്ങളും ആരായി? ലോകത്തിന്റെ വെളിച്ചമായി മാറി. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാ. കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും പാപത്തിന്റെ ദുർഗന്ധത്തിൽ കിടന്ന ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ വിശുദ്ധവും ശ്രേഷ്ഠവും ഊഹിപ്പാൻ കഴിയാത്തതുമായ സ്വർഗത്തിലെ നന്മയെടുത്ത് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവുള്ളവൻ അറിയാതെ കരഞ്ഞു പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽ ഓർത്തുകൊള്ളുക,
പിതാവ് വെളിച്ചമായെങ്കിൽ ഭൂമിയിൽ നിൽക്കുന്ന നീയും ലോകത്തിന്റെ വെളിച്ചമായി ദൈവം നിന്നെ മാറ്റിയിരിക്കുന്നു. സ്തോത്രം. ഇതിനകത്തൊരു വലിയ രഹസ്യം കിടപ്പുണ്ട്. ആ രഹസ്യം ഒന്ന് ഗ്രഹിക്കാമെങ്കിൽ ഇന്ന് ചില വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. സ്തോത്രം. എന്തുകൊണ്ടാണ് വെളിച്ചമാക്കി മാറ്റിയത്? ചില നിരാശകൾ മാറിപ്പോകും, ചില അവിശ്വാസം ഇന്ന് പകൽ മാറിപ്പോകും, ചിലർ ഇന്ന് പകൽ ധൈര്യപ്പെടും. സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം നിന്നെ അങ്ങ് സൃഷ്ടിച്ചു. അങ്ങനെ അങ്ങ് വെച്ചു, നിന്നെ അങ്ങ് സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായി നീ പാഴായും ശൂന്യമായി ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. നിന്റെ ജീവിതം മുഴുവൻ അന്ധകാരമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. നിന്റെ മേൽ സ്വർഗീയ വിളി ഉള്ളത് കൊണ്ട് നീ ഏതെല്ലാം വഴിയിൽ പോയിട്ടും നീ പോലും അറിയാതെ പരിശുദ്ധാത്മാവിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അടുത്ത വാക്യം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഉണ്ടാക്കിയത് എന്താ? വെളിച്ചം. അന്ധകാരമായിരുന്ന, പാഴും ശൂന്യമായിരുന്ന അന്ധകാരത്തിൽ, പാപത്തിൽ കിടന്ന നിന്റെ ജീവിതത്തിൽ ആദ്യ ദൈവം നൽകിയത്, ഭൂമിയിൽ വെളിപ്പെടുത്തിയത് വെളിച്ചമാ. എന്തൊരർത്ഥം എന്നറിയാമോ? എന്തൊരർത്ഥം എന്നറിയാമോ? ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ് വെളിച്ചം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവ ശബ്ദത്തിന്റെ ആരംഭമാ വെളിച്ചം. ദൈവ പ്രവൃത്തിയുടെ ആരംഭമാ വെളിച്ചം. ദൈവിക സൃഷ്ടിയുടെ ആരംഭമാ വെളിച്ചം. നിന്നെ കുടുംബത്തിൽ വിളിച്ച് വെളിച്ചമാക്കി എന്തെന്നറിയാമോ? നിന്നിൽ ആരംഭിക്കുന്ന വെളിച്ചം ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ തീർക്കും വരെയും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. സ്തോത്രം. ഇത് ഗ്രഹിക്കണമേ. മറുപടിയില്ലാത്ത പ്രാർത്ഥനകളിൽ നിരാശപ്പെടണ്ട. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇതുവരെ ആഗ്രഹിക്കുന്ന വിടുതലില്ലെങ്കിൽ നിരാശപ്പെടേണ്ട. സ്തോത്രം. ഘട്ടം ഘട്ടമായി 1-ാം ദിനം സൃഷ്ടിച്ചതിന് 1-ാം ദിനം, 2-ാം ദിനം സൃഷ്ടിക്കേണ്ട 2-ാം ദിനം, 3-ാം ദിനം സൃഷ്ടിക്കേണ്ട 3-ാം ദിനം, ഓരോ സമയത്തും, ദിനത്തിലും, രാത്രിയിലും, പകലും, മാസത്തിലും, വർഷത്തിലും നിന്റെ ജീവിതത്തിൽ വരേണ്ട വിടുതലുകൾ അതാത് സമയങ്ങളിൽ വെളിപ്പെടും. അതിന്റെ ആരംഭമാ വെളിച്ചം. സ്തോത്രം. സ്തോത്രം. നീ കാര്യം ഓർത്തോണം. ആമേൻ. വെളിച്ചമുണ്ടായ സമയം മുതൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന സമയം വരെ ദൈവമേ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഭൂമിയിൽ ആരുമില്ലായിരുന്നു. ആരുടെ പ്രാർത്ഥന കൊണ്ടല്ല, ആമേൻ, ആരുടെയും വിചാരം കൊണ്ടല്ല. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി ഉള്ളത് കൊണ്ട് നിന്നെ വെളിച്ചമാക്കി മാറ്റിയെങ്കിൽ ആമേൻ, അതാത് സമയങ്ങളിൽ, അതാത് ദിവസങ്ങളിൽ, അതാത് മാസങ്ങളിൽ, അതാത് വർഷങ്ങളിൽ ദൈവം തന്റെ പണി പൂർത്തീകരിക്കും. പൂർത്തീകരിക്കുക മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പണികളും കണ്ടിട്ട് ദൈവം പറയും, ഇറ്റ് ഈസ് വെരി ഗുഡ്, നല്ലതെന്ന് ദൈവം പറയും. സ്തോത്രം. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ വിടുതലിന്റെ ആദ്യത്തെ അടയാളമാ ദൈവം നിന്നെ വെളിച്ചമാക്കി മാറ്റിയത്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ സർപ്രൈസ് പോലെ മരം ഉണ്ടാക്കി, വൃക്ഷങ്ങളെ ഉണ്ടാക്കി, അവസാനം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഒറ്റയടിക്ക് സർപ്രൈസ് പോലെ വെളിച്ചം ഉണ്ടാക്കാൻ വരുന്നില്ല. ആദ്യം നന്നത് വെളിച്ചമാ. സ്തോത്രം. സ്തോത്രം. നീ ആരാ? നിന്റെ കുടുംബത്തിലെ വെളിച്ചമാ. നീ ആരാ? നിന്റെ ദേശത്തിന്റെ വെളിച്ചമാ. നീ ആരാ? നീ ലോകത്തിന്റെ വെളിച്ചമാ. നീ ആരാ? ദൈവത്തിന്റെ സകല വിടുതലുകളും ഈ ഭൂമിയിൽ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് മാത്രമല്ല, ഒരു ദൂതൂടെ പറയുവാനുണ്ട്. വെളിച്ചത്തെ ഉണ്ടാക്കിയവൻ ഏറ്റവും സൃഷ്ടിയുടെ ഒടുവിൽ സാക്ഷാൽ വെളിച്ചം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആമേൻ. നിന്റെ മേൽ വെളിച്ചമായി നിന്നെ മാറ്റിയെങ്കിൽ ആമേൻ, തക്ക സമയത്ത് നിന്റെ വിഷയങ്ങളുടെ മേൽ സാക്ഷാൽ വെളിച്ചമായവൻ ഇറങ്ങി വരും. സ്തോത്രം. 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 എല്ലാ അവിശ്വാസം മാറിപ്പോകട്ടെ, എല്ലാ നിരാശയും മാറിപ്പോകട്ടെ.
ആമേൻ, ആമേൻ. ഇന്ന് പകൽ ആഴത്തിൽ വിശ്വാസം വരട്ടെ. നിനക്ക് വിരോധമായി പ്രതികൂലമായി വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും അതാത് സമയങ്ങളിൽ സാക്ഷാൽ വെളിച്ചമായവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു കാര്യമുണ്ട്, വെളിച്ചമുണ്ടായ ശേഷം പിന്നെ ദൈവം അടങ്ങിയിരുന്നിട്ടില്ല. സൃഷ്ടിപ്പായിരുന്നു. സ്തോത്രം. ഒരുവൻ ഭൂമിയിൽ വെളിച്ചമായി മാറിക്കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം പിന്നെ അടങ്ങിയിരിക്കുകയില്ല. ആമേൻ. വീണ്ടും ജനനമാ. സൃഷ്ടിപ്പാ. ദൈവം തന്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്തു തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ വെളിച്ചം ക്രിസ്തുവിൽ വന്നു. ആ വെളിച്ചം എന്നിൽ വന്നു. ഞാൻ ആരാ? ലോകത്തിൻ്റെ വെളിച്ചം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്ത് സംഭവിച്ചാലും നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെ നോക്കി നീ ഓർത്തോണം, ദൈവം പറയാൻ പോകുന്ന വാക്ക് നല്ലതെന്ന് ദൈവം പറയും. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞേ, എല്ലാം എന്തിനു വേണ്ടി കൂടി വ്യാപരിക്കുന്നു? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, നല്ലതിനായി സംഭവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി സംഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇനിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇത്രയും ദൂരം നല്ലതായിരുന്നു, ഞാൻ വെളിച്ചമായോ? നീ അതൊന്നും പരിശോധിക്കണ്ടേ? ഇത്രയും നല്ലതാ. പിതാവ് വെളിച്ചമാണെന്ന് മനസ്സിലായി, പുത്രനും വെളിച്ചമാണെന്ന് മനസ്സിലായി. ഞാൻ വെളിച്ചമാണോ? ഇതുകൂടെ പരിശോധിക്കണം. ആ വെളിച്ചമായവർക്കുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞ ദൂതല്ല. ഞാൻ ലോകത്തിന് വെളിച്ചമായി മാറിയോ? സ്തോത്രം. എന്ന് നമ്മൾ സ്വയം പരിശോധിക്കാൻ പോവുകയാണ്. എങ്ങനെ പരിശോധിക്കും? എല്ലാ വചനത്തിലൂടെ പരിശോധിക്കാൻ പോവുകയാണ്. മത്തായി 4:15 വായിക്കും. മാത്യു 4:15. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സ്തോത്രം. ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഈ ഇരുട്ടിന്റെ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21 മുതൽ 23 വരെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 10, 21-23 എന്ന് വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശം സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക എന്ന് പറഞ്ഞു. മോശ തന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടി. മിസ്രയീം ദേശത്ത് 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. അടുത്ത വാക്യം. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ആരെ കണ്ടില്ല? മുറിയിലുള്ള ഭർത്താവിനെ കണ്ടില്ല, ഭർത്താവ് മുറിയിലുള്ള ഭാര്യയെ കണ്ടില്ല. തമ്മിൽ ആർക്കും കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. 2 കാര്യം അവർ കണ്ടു. ഒന്ന്, ഞാൻ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് ഈ വെളിച്ചത്തോടെ അവർ കണ്ടു. സ്തോത്രം. 2, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ വിടുവിക്കപ്പെടാമെന്നും വെളിച്ചത്തിലൂടെ കണ്ടു. സ്തോത്രം. ഉദാഹരണത്തിന്, പെട്ടെന്ന് ലൈറ്റ് അങ്ങ് പോവുക, മൊത്തം കറണ്ട് അങ്ങ് പോയി. നമ്മളിതിൻ്റെ വാതിൽ എന്ത് ചെയ്യും? കറങ്ങി എങ്ങനെ പോയെങ്കിൽ തപ്പി ഇടിച്ച് ഭിത്തിയിലേക്ക് ഇടിച്ച് അവസാനം നമുക്ക് വഴി അറിയാവുന്നതോടെ വാതിൽക്ക് വരെ എത്തി സ്തോത്രം രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ നോക്കും. സ്തോത്രം. നീ വെളിച്ചമാണെങ്കിൽ നീ പോകുന്ന ഇടങ്ങളിൽ ജനത്തിന് തൻ്റെ കുറവുകൾ വെളിപ്പെടുക മാത്രമല്ല, ആ കുറവിൽ നിന്ന് വിടുവിക്കപ്പെട്ട് രക്ഷാമാർഗത്തിലേക്ക് വരണമെന്നൊരു ആഗ്രഹം തോന്നും. സ്തോത്രം. അങ്ങനെ ഒരു ആഗ്രഹം നിന്നെ പരിചയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ നീ ലോകത്തിന്റെ വെളിച്ചമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുത്തനെ കാണുന്നില്ല.
സ്തോത്രം. മത്തായി 15:14 പറയുന്നു, കുരുടന്മാര് വഴി കാട്ടി ആർക്ക്? അടുത്ത കുരുടന്. കണ്ണ് കാണാത്തവർ രണ്ടുപേരുടെ വഴി കാട്ടി. അവരെന്ത് പറ്റി? മാത്യു 15:14, 15:14. അവർ കുരുടന്മാരായ വഴികാട്ടി. അവർക്കേ പ്രകാശമില്ല. അവർ കുരുടന്മാരായ വഴികാട്ടികൾ. എന്ത് ചെയ്യുന്നു? കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. സ്തോത്രം, സ്തോത്രം. നിന്നെ കാണുന്നവൻ നീ കുഴിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവനാണെന്നും ഞാനും നാശകരമായ കുഴിയിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്നും ഒരാഗ്രഹം ഒരുത്തന്റെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ നീ ലോകത്തിന്റെ വെളിച്ചമാ. സ്തോത്രം, സ്തോത്രം. നിന്നെ കാണുന്നവർ, നിന്നെ പരിചയപ്പെടുന്ന, നിന്നോട് സംസാരിക്കുന്നവർക്ക് ഈ ക്രിസ്തുവിനെ അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നെങ്കിൽ നീ ലോകത്തിന്റെ വെളിച്ചമാ. സ്തോത്രം. സക്കായിയെ കാണാൻ പോയപ്പോഴത്തേക്കും യേശു, സക്കായിയെ നീ മരത്തെ ഇറങ്ങി വാ. അവൻ ഇറങ്ങി അടുത്ത് വന്നപ്പോ സക്കായിയുടെ യേശു പറഞ്ഞു, വെരി ഗുഡ്, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? പാർക്കുവാൻ പോവുക. സ്തോത്രം. യേശു വേറൊന്നും പറഞ്ഞില്ല. സക്കായി പറയാ, കർത്താവേ, വെല്ലം ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വെല്ലം പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം. യേശു വല്ലതും പറഞ്ഞു? അവൻ പ്രകാശത്തിന് അടുത്ത് എത്തിയപ്പോഴാ തൻ്റെ കുറവ് തനിക്ക് വെളിപ്പെട്ടത്. സ്തോത്രം. ആ ഭാഗം എന്ന് വെച്ചാൽ ലൂക്കോസ് 19 അതിൻ്റെ 8 വാക്യം എന്ന് തോന്നുന്നു. ആ ഭാഗം വായിച്ച് ലൂക്ക് 19:8. സക്കായിയോ നിന്ന കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടക്കി കൊടുക്കുന്നു. ഞാൻ മടക്കി കൊടുക്കുന്നു. യേശു അവനോട്, സ്തോത്രം. അവന്റെ കുറവ് വെളിപ്പെട്ടു. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പലരെയും ചതിച്ചു വാങ്ങിയിരിക്കുന്നു. ഞാൻ പലതും കൈക്കലാക്കി എന്റെ സമ്പത്ത് പലരുടെയും ചതിയിലൂടെ വാങ്ങിയതാണ്. യേശു ഇതൊന്നും പറഞ്ഞില്ല. പ്രകാശത്തിന് അടുക്കലെത്തിയപ്പോൾ സക്കായി പറയുക, യോ, എന്റെ കുറവ് എനിക്ക് വെളിപ്പെടുന്നത് മാത്രമല്ല, ഈ കുറവിൽ നിന്നും പാപത്തിൽ നിന്നും എനിക്ക് പുറത്തു വരുവാൻ ഞാൻ ഈ മാർഗത്തിലേക്ക് വരികയാണ്. സ്തോത്രം, സ്തോത്രം. യേശുവോട് പറയുക, ഇവരും ഒരുത്തൻ പ്രകാശമായപ്പോൾ അവന്റെ വീട് പ്രകാശമായി മാറി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരുവൻ പ്രകാശമായി മാറിയപ്പോൾ അവന്റെ ഭാര്യ കാട്ടത്തിമേ കയറിയില്ല, അവന്റെ മക്കൾ കാട്ടത്തിമേ കയറിയില്ല. അവൻ പോയത് അവർ അറിഞ്ഞതുപോലുമില്ല. അറിഞ്ഞാൽ അവർ വിടത്തില്ലായിരുന്നു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ യേശു പറയുക, നീ വെളിച്ചമായി മാറിയത് കൊണ്ട് നിന്റെ കുറവ് നിനക്ക് വെളിപ്പെടുക മാത്രമല്ല, ആ കുറവിൽ നിന്ന് പുറത്തു വരുവാൻ തീരുമാനമെടുത്തത് കൊണ്ട് നീയും അബ്രഹാമിന്റെ കുടുംബത്തിന്റെ ഭാഗമായി മാറിയത് കൊണ്ട്, നീ വെളിച്ചമായത് കൊണ്ട് നിന്റെ ഭവനത്തിലും ആ സ്വർഗീയ പ്രകാശം വെളിപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം. ഞാനൊരു പെന്തിക്കോസുകാരനാണെന്ന് പോലും പറയാൻ മടിയുള്ളവരുടെ ഒരു കാലഘട്ടമാ. പലരും മറച്ചു വച്ചിരിക്കുക. പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പോലും പറയുകയില്ല. ബൈബിൾ കവറിട്ട് പറയും, ഞാൻ അവിടെ വരെ പോകാന്ന് പറയണ്ട. പലരും പ്രാർത്ഥനയ്ക്ക് പോലും വരുന്നത്. കാരണം നീ ക്രിസ്തുവിൻ്റെതാണെന്ന് വെളിപ്പെടുത്തുവാൻ നിനക്ക് മനസ്സില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ വന്നിച്ച് പറയും, കർത്താവേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളെല്ലാം അനുസരിക്കണം. എന്നാൽ നീ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞു, നീ ഒത്തിരി സ്വത്തുണ്ട്, ഇതെല്ലാം വിറ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞു. അവൻ ഇത് കേട്ടതും ദുഃഖത്തോടെ എന്ത് ചെയ്തു? പൊയ്ക്കളഞ്ഞു. അവൻ വന്നത് നിത്യജീവന് വേണ്ടിയാ. കാരണം നിത്യജീവൻ ക്രിസ്തുവിന് അവന് മനസ്സിലായി. പക്ഷേ അവന്റെ കുറവ് അവന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. സക്കായി കുറവ് കേട്ട് തീരുമാനമെടുത്തെങ്കിൽ മറ്റൊരു ധനവാനായ യൗവനക്കാരൻ കുറവ് കേട്ട് മടങ്ങിപ്പോയി. സ്തോത്രം. സക്കായിയുടെ കുടുംബവും വെളിച്ചമായപ്പോൾ ഈ യൗവനക്കാരന്റെ കുടുംബവും അന്ധകാരമായി മാറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
നിന്നെ പരിചയപ്പെടുന്നവരും നിന്നോട് ബന്ധപ്പെടുന്നവരും നീ സംസാരിക്കുന്നവരും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അവർക്കൊരാഗ്രഹം ഈ പ്രാർത്ഥനയിലൊന്ന് കൂടണം, ഈ വചനമൊന്ന് വായിക്കണം, ഈ സത്യമാർഗം ഒന്ന് അറിയണം, ഇത് വാസ്തവമാണെന്ന് ചിന്തിക്കണമെന്ന് ആരെങ്കിലും ഒരു വ്യക്തി നിന്നോട് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ലോകത്തിന്റെ വെളിച്ചമാ. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലർ 12:6 തൊട്ടൊന്ന് വായിച്ച്, ആക്സ് 12:6 തൊട്ടൊന്ന് വായിച്ച്. പത്രോസിനെ ജയിലിൽ ഇങ്ങനെ ഇട്ടേക്കുക. പത്രോസ് താമര കിടന്ന് നല്ല ഉറക്കവുക. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. കാരാഗ്രഹത്തിനകത്ത് 2 ചങ്ങല, ആമേ, പുറത്ത് ഭടന്മാർ, അകത്ത് ഭടന്മാർ. ഇതാണ് ആരുടെ അവസ്ഥ? പത്രോസിന്റെ അവസ്ഥ. അപ്പോൾ അവൻ എന്ത് കിടന്നുകൊണ്ടിരിക്കുക? അവൻ കിടന്ന് ഉറക്കം. എന്ത് സംഭവിച്ചു? വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. വാതിൽ മുമ്പിൽ കാവൽക്കാരും. ഇത്രയും അവസ്ഥയിലാണ് ആര് കിടക്കുന്നത്? പത്രോസ് കിടക്കുന്നത്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. കർത്താവിന്റെ ദൂതൻ വെളിപ്പെട്ടപ്പോൾ ആദ്യം വന്നത് എന്താ? വെളിച്ചം. സ്തോത്രം. നീ ഒരു ഭവനത്തിൽ കയറുമ്പോൾ ആദ്യം വെളിപ്പെടുന്നത് വെളിച്ചമാ. സ്തോത്രം. നീ പോലും അതറിയുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് 2004 ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇന്ന് അമേരിക്കയിലുള്ള ചെല്ലപ്പ ബ്രദർ, സ്തോത്രം, പൂജാരിയായി അമ്പലത്തിൽ പൂജയിടുന്ന ഒരു നല്ല അയ്യര് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ബൈബിൾ വായിച്ചെഴുതാൻ വേറെ സമയമില്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത്, ആമേൻ, സ്തോത്രം, ചില്ലിട്ട ക്യാബിനാണ്ട് എല്ലാവർക്കും എല്ലാ സൈഡിൽ നിന്നും കാണാം. ഈ ജിപ്സം ബോർഡല്ലേ, ഗ്ലാസ് ഇട്ട ക്യാബിന. ഈ ക്യാബിലിരുന്ന് എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ ആ സമയത്ത് ബൈബിൾ തുറന്ന് ബുക്കിൽ എഴുതാൻ തുടങ്ങി. സ്തോത്രം. ചെല്ലപ്പ ബ്രദർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അറിഞ്ഞുപോലുമില്ല. ഒരു ദിവസം മാനേജർ പറഞ്ഞു, നമുക്ക് ഓവർ ടൈം ചെയ്യണം സുനിലെ, ചെല്ലപ്പ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, അവൻ ജോബ് കാർഡ്സ് ഒന്നും തീർക്കുന്നത്, നീ എങ്ങനെയും സപ്പോർട്ട് ചെയ്ത് തീർക്കണം. സ്തോത്രം. അങ്ങനെ 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു. എല്ലാവരും പോയി. ഞാൻ ഈ ഇത്രയും കെട്ട് ജോബ് കാർഡ് എടുത്ത് മേശപ്പുറത്ത് ചെല്ലപ്പ ഇരിക്കുന്നു പറഞ്ഞു. ചെല്ലപ്പ ആ ജോബ് കാർഡ് എടുത്ത് താഴോട്ട് ഒറ്റ ഏറ്. ജോബ് കാർഡ് കല്ലി വല്ലി എന്ന് പറഞ്ഞു. ഞാൻ പറയാം, ഞാൻ ഞെട്ടിപ്പോയി. നീ എന്തിനാ ബൈബിൾ വായിക്കുന്നത്? സ്തോത്രം. 6 മാസം വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ഹിന്ദു വിശ്വാസിയായ പൂജാരിയായ ഒരു മനുഷ്യൻ കർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ചങ്കിടിക്കാൻ തുടങ്ങി. കർത്താവെ, ഞാൻ എന്ത് പറയും? ഇതൊരു സുവർണാവസരമാ. ഇവിടെ മണ്ടത്തരം പറഞ്ഞ് ഞാൻ പരാജയപ്പെടും. ഇപ്പോൾ യേശുവിനെ അറിയിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ ചോദ്യത്തിന് ഉത്തരം പറയാൻ അറിവില്ലാത്തത് കൊണ്ടും ജ്ഞാനമില്ലാത്തത് കൊണ്ടും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സ്തോത്രം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സ്തോത്രം. പറഞ്ഞതൊക്കെ ഭോഷത്വമാണെന്ന് എനിക്ക് ഇന്നും നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഈ ഭോഷത്വം കേട്ട ചെല്ലപ്പവർ പറഞ്ഞു, ഈ വെള്ളിയാഴ്ച മുതൽ ഞാൻ ആലയത്തിൽ വരികയാണ്. സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് ഇത്രയും ശക്തിയൊക്കെ ഉണ്ടോ? സ്തോത്രം. കാര്യം പറഞ്ഞ മുഴുവൻ മണ്ടത്തരവാ. ദൈവത്തിന് സ്തോത്രം. ചെല്ലപ്പ ഒരു കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ല. ചെല്ലപ്പ അകത്ത് ചർച്ചിൽ വന്നു. സാക്ഷ്യത്തിനായി പുള്ളി ആദ്യമായി എഴുന്നേറ്റു. അപ്പോൾ പുള്ളി പറയുകയാണ്, എന്നോട് ഈ സഹോദരൻ സുവിശേഷം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സ്തോത്രം. ഇപ്പം എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടല്ല. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ എല്ലാ സമാധാനക്കേടും മാറി. ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം സമാധാനം ഞാനൊന്ന് അനുഭവിച്ചു. സന്തോഷം ഞാൻ അനുഭവിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവമേ, ഇവിടുന്ന് എൻ്റെ മേൽ ഇറക്കാത്ത പ്രകാശം, ആമേൻ, ഇവിടുന്ന് ചെല്ലപ്പാട മേൽ ഇറക്കിയല്ലോ എന്ന് അന്ന് മണ്ടത്തരം പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു, അവൻ പ്രകാശമായി മാറി, നീയോ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കഴിവും ജ്ഞാനമല്ല ദൈവത്തിലെ, ആമേ, ക്രിസ്തുവിനെ അറിയിപ്പാൻ, ആമേ, നിന്റെ അടുത്ത് വരുന്ന ഒരുവന്റെ അരികിൽ നീ ആരെന്നറിയുവാൻ, ക്രിസ്തു ആരെന്നറിയുവാനുള്ള ഒരാഗ്രഹം ഒരുവനെ പ്രകടിപ്പിക്കുന്നെങ്കിൽ അവനാണ് ലോകത്തിന്റെ വെളിച്ചം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ചോദിച്ചത്? ജോലി സ്ഥലത്ത് ബൈബിൾ എടുത്ത് താത്ത് വെച്ച് വായിക്കാൻ മനസ്സ് തോന്നി. എനിക്ക് ഉറങ്ങാമെന്ന് വിശ്രമിക്കാവുന്ന സമയത്ത് വചനം വായിക്കാൻ ദൈവം കൃപ തന്നു. ആ വചന വായനയിലൂടെ ഒരു വ്യക്തി എവിടെയിപ്പാൻ ദൈവത്തിന് മനസ്സറിവ് തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. അറയിൽ ഒരു പ്രകാശം വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, അയ്യോ, ചങ്ങല, ഭടന്മാർ, കാരാഗ്രഹം, വെളിയിൽ ഭടന്മാർ, എന്നെ വിടുവിക്കണമേ. സ്തോത്രം. പുറകെ പോരാൻ പറഞ്ഞു. സ്തോത്രം. ഇരുമ്പ് വാതിൽ തുറക്കുന്നിടം വരെയും ഈ പ്രകാശം അവനെ നയിച്ചു. കാരണം കാരാഗ്രഹത്തിൽ മൂടുവാനുള്ളതല്ല പത്രോസേ നിന്റെ ജീവിതം, അവിടെ അവസാനിപ്പാനുള്ളതല്ല. നീ ഇരുളിൽ കിടക്കുവാനുള്ളവനല്ല, നീ ലോകത്തിന്റെ വെളിച്ചമാ. സ്തോത്രം. ആദ്യം പ്രകാശം വെളിപ്പെട്ടു. ഒരു കാര്യം നീ ഓർത്തോ, നീ നിന്റെ ഭവനത്തിൽ നിൽക്കുന്നിടത്തോളം കാലം, നീ നിന്റെ ബന്ധുഭവനത്തിൽ പോകുന്നിടത്തോളം കാലം, നീ നിന്റെ കുടുംബക്കാരെ സന്ദർശിക്കുന്നിടത്തോളം കാലം, ആമേൻ, അവരാരും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും നിന്നിലൂടെ ദൈവത്തിന്റെ പ്രകാശം ആ ഭവനങ്ങളിൽ ചെല്ലുകയാണ്. സ്തോത്രം. ആമേൻ. സമയമാകുമ്പോൾ 1-ാം വാതിലും 2-ാം വാതിലും 3-ാം വാതിലും 10-ാം വാതിലും എല്ലാം തുറന്ന് അവരിങ്ങ് പുറത്തു വരും. സ്തോത്രം. കാരണം നീ ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നെങ്കിൽ നീ ലോകത്തിന്റെ വെളിച്ചമാണ്. സ്തോത്രം. 1 പത്രോസ് 2:9 ഒന്ന് വായിച്ച് അടുത്തൊരു ഭാഗം കൂടെ കാണാം. 1 Peter 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനുള്ളവനാണ്. സ്തോത്രം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണമെന്ന് ഒരു തീരുമാനമുള്ളവനാണ് നീയെങ്കിൽ നീ ലോകത്തിന്റെ വെളിച്ചമാ. സ്തോത്രം. ഞാൻ പ്രഘോഷിക്കുന്നുണ്ടല്ലോ. എവിടാ? എല്ലാ വെള്ളിയാഴ്ച സഭയിൽ എഴുതിട്ട് പറയുന്നത് ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനുമായിരുന്നു. സ്തോത്രം. ദൈവം ചോദിക്കുന്നു, നീ നല്ലവനും വിശ്വസ്തനുമായിരുന്നു? വിളിച്ചവൻ വിശ്വസ്തൻ, വിളി കേട്ടവനോ? സ്തോത്രം. നീ ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ, നീ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് നിനക്ക് ഉറപ്പുവരുത്തുന്ന 2-ാമത്തെ ഘടകം, ഈ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ നീ എപ്പോഴും റെഡിയാണ്. സ്തോത്രം. നിന്റെ ആഗ്രഹം അതിനു വേണ്ടിയാ. സ്തോത്രം. യെശയ്യാപ്രവചനം 60-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. സ്തോത്രം. യെശയ്യാപ്രവചനം 60-ാം അധ്യായം 1 മുതൽ വായിച്ചേ. ബുക്ക് ഓഫ് യെശയ്യാ. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ? എഴുന്നേറ്റ് ബൾബിടാനാണ് പറഞ്ഞത്? അല്ല, നിന്റെ പ്രകാശം നീ ഒന്ന് സാക്ഷീകരിച്ചേ, നീ ക്രിസ്തുവിനെ ഒന്ന് സാക്ഷീകരിച്ചേ, എഴുന്നേറ്റ് നീ ഒന്ന് പ്രകാശിച്ചേ. സ്തോത്രം. പ്രകാശിക്കുമ്പോൾ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഇറങ്ങി വരും. 21 ഉപവസിച്ചുകൊണ്ടല്ല തേജസ് ഇറങ്ങി വരാൻ പോകുന്നത്. ആമേ, നീ പട്ടിണി കിടന്നുകൊണ്ടല്ലോ തേജസ് വരാൻ പോകുന്നത്. നീ എഴുന്നേറ്റ് അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തീരുമാനം എടുക്കുമ്പോൾ യഹോവയുടെ തേജസ് നിന്റെ മേൽ ഇറങ്ങി വരും. സ്തോത്രം. കാരണം എന്തു പറയണമെന്ന് നീ മുൻകൂട്ടി ചിന്തിക്കേണ്ട. നീ പോകുന്നിടത്ത് എന്തു പറയണമെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കും. നീ പറയേണ്ട കാര്യം പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിന് മേൽ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ആ പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിലൂടെ സംസാരിക്കും. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഇറങ്ങി വരും. സ്തോത്രം. 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 അയ്യോ, എങ്ങനെ പോകും? എനിക്ക് പറയാൻ അറിയത്തില്ല. കഴുത സുവിശേഷം പറഞ്ഞ് ഒരുവൻ മാനസാന്തരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കാക്ക സുവിശേഷം പറഞ്ഞ് ഒരുവൻ മാനസാന്തരപ്പെട്ടു. മനസ്സിലാർക്ക ദൈവത്തെ സ്തുതിക്കുക. കക്ക കൊക്കോ എന്ന് പറഞ്ഞാൽ സുവിശേഷവാ. നീ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ അതാ സുവിശേഷം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാ, ഈ നിർബന്ധം ആരുടെ മേൽ കിടക്കുന്നു? എന്റെ മേൽ കിടക്കുന്നു. ഞാനിത് അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പലരും അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സുവിശേഷത്തിലേക്ക് പോയില്ലെങ്കിൽ എന്ത് വരുമെന്നാ? കഷ്ടത വരുമെന്നല്ല. അതല്ല എൻ്റെ അർത്ഥം. എന്നെ വിടുവിച്ച സ്നേഹസ്വരൂപനായ കർത്താവിന്റെ ഗുണങ്ങളെ ഞാൻ ഘോഷിച്ചില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയുമെന്നാ പൗലോസ് ചോദിച്ചത്. സ്തോത്രം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 20:24 വായിച്ചേ.
ആക്സ് 20:24. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്. എന്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ ദൈവയുടെ സുവിശേഷത്തിന് എന്ത് ചെയ്യണം? സാക്ഷ്യം പറയണമെന്നും അത് തികയ്ക്കണമെന്നല്ലാതെ വേറൊന്നും എന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് എന്റെ പ്രാണനെ പോലും ഞാൻ വിലയേറിയതായി എന്ത് ചെയ്യുന്നില്ല? എണ്ണുന്നില്ല. സ്തോത്രം. അത് മാത്രമല്ല, അപ്പോസ്തലർ 5:40 തൊട്ടൊന്ന് വായിച്ചേ. 5:40 വായിച്ചേ. ശിഷ്യന്മാര് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വിളിച്ചിട്ട് അവരെ വായിച്ചേ. അവർ അപ്പസ്തോലന്മാരെ വരുത്തി അടിപ്പിച്ചു. അടി കൊടുത്തു അവന്മാർക്ക്. ഇനി മേലെ എന്ത് ചെയ്യരുത്? ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്. ഇനി യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യരുത്? സംസാരിക്കരുത് പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അടികൊണ്ട് കരഞ്ഞോണ്ടല്ല പോയത്. അടികൊണ്ട് കർത്താവ് ഇതിന്റെ നാമത്തിന് വേണ്ടി നിന്ന് സഹിപ്പാൻ പറ്റിയത് ഞങ്ങളെ അതിന് യോഗ്യരാക്കിയെന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? അവര് പോയിട്ട് ഇനി നിർക്കിക്കോ, ഇനി അടി കിട്ടും, അവിടെ നിർത്തിയാക്കാനല്ല പറഞ്ഞു. അവരെന്ത് ചെയ്തു? പിന്നെ അവർ ദിനംപ്രതി ആഴ്ച പൊയ്ക്കൊണ്ടിരുന്നവർ എന്ത് ചെയ്തു? പിന്നെ ദിനംപ്രതി അവരെന്ത് ചെയ്തു? ദേവാലയത്തിൽ പോയി വീടുതോറും വിടാതെ പള്ളിയിൽ മാത്രമല്ല വീട് തോറും കയറി എന്ത് ചെയ്തു? ഉപദേശിക്കാൻ തുടങ്ങി. യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കാൻ തുടങ്ങി. സ്തോത്രം. അടി കിട്ടിയിട്ടും തൊഴി കിട്ടിയിട്ടും പ്രതികൂലം വന്നപ്പോൾ അവർ പുറകോട്ടല്ല പോയത്, ഒരു സ്റ്റെപ്പും കൂടെ മുൻപോട്ട് വെച്ച്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം അവർ ലോകത്തിന്റെ വെളിച്ചമാ. ഒരു ദൂത് ഞാൻ പറയാം. ആത്മാക്കൾ വന്നില്ലെങ്കിലും വന്നാലും ഇല്ലെങ്കിലും നീ ഓരോ ഭവനങ്ങൾ കയറിക്കേ, നീ വെളിച്ചമായി ഭവനങ്ങളിൽ എത്തിക്കേ. ഇന്നല്ലെങ്കിൽ നാളെ ആ ഭവനത്തിനൊരു വിടുതൽ സംഭവിക്കും. സ്തോത്രം. ശത്രു പറയുന്നത് നീ കേറണ്ട, വീട്ടിയിരുന്നോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും വരണ്ട, നീ ഒന്ന് കയറി ഇറങ്ങിക്കേ. വെളിച്ചം അവിടെ ചെന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇവരെ പൗലോസിനെ ശീലാസിനെ പിടിച്ചു. അവർ രാത്രിയോടെ ഇങ്ങനെ അവർ ആരാധിക്കാൻ തുടങ്ങി. തടവുകാരെല്ലാം കണ്ട് അവസാനം ഭൂകമ്പം ഉണ്ടായി, എല്ലാം തകർന്നു. സ്തോത്രം. ഒടുവിൽ 16:29 കാരാഗൃഹ പ്രമാണി ചോദിക്കുക, അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അത് വായിച്ച്. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. ചേട്ടാ, എന്തായാലും പൗലോസും ശീലാസും സിഗരറ്റ് വലിക്കുന്നവരല്ല. അവരെ ലൈറ്റർ കാണത്തില്ല. ഉണ്ടോ? ജയിലിൽ കിടക്കുന്നൊരു ടോർച്ച് കാണത്തില്ല. ഭൂകമ്പം വന്നപ്പോൾ എന്ത് പറ്റി? എല്ലാ കണക്ഷനും പോയി കാണും. സ്തോത്രം. കാരായ പ്രമാണിക്ക് അറിയാം, സ്വിച്ച് മെയിൻ ബോർഡ് അവിടെ വന്ന് പുള്ളി അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. പുള്ളി ഇലക്ട്രീഷ്യനെ വിളിക്കുന്നതിന് പകരം സ്തോത്രം അവന് മനസ്സിലായി ഇത് സംഭവിച്ചത് അപ്പസ്തോലന്മാർ മുഖാന്തരമാണ്. അതുകൊണ്ട് അവന് മനസ്സിലായി. അത് എന്ത് മനസ്സിലായി? അവൻ ആരുടെ അടുത്തും പോയില്ല. അവൻ വെളിച്ചം ആരുടെ പക്കലുണ്ടോ അവരുടെ അരികിലേക്ക് ചെന്നു. സ്തോത്രം. എന്നാ തോന്നുന്നറിയാമോ? ഏത് പ്രതിസന്ധിയുടെ നടുവിലും വെളിച്ചമുള്ളവന്റെ അരികിലേക്ക് ദൈവം തന്റെ ജനത്തെ അയക്കും. സ്തോത്രം. ഇതെല്ലാം പൊളിഞ്ഞു വീട്ടും അവരുടെ വെളിച്ചം കെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. അപ്പം എന്ത് പറഞ്ഞു? ഞങ്ങൾ ഭയങ്കര മിനിസ്റ്റേഴ്സ് ആണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ. പണ്ടും ഞങ്ങൾ ഇതൊന്നും പറയാൻ പോയില്ല. സ്തോത്രം. അവരെന്ത് ചെയ്തു? 30 തൊട്ടൊന്ന് വായിച്ച്. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അവരത് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അവർ സുവിശേഷം പറയാൻ തുടങ്ങി. ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, you and your family will be saved. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടെ കൊണ്ട് തീർന്നോ? പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. കർത്താവിന്റെ വചനം ലഭിക്കുന്ന സ്ഥലത്ത് സാഹചര്യം മോശമാ, ഭൂകമ്പം കഴിഞ്ഞ സ്ഥലമാ, അർദ്ധരാത്രിയാ, പ്രതികൂലമാ, ഇതൊന്നും അപ്പസ്തോലന്മാർക്ക് സാരമില്ല. അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് വിടുവിച്ച ദൈവത്തെ കുറിച്ച് ആ രാത്രി മുഴുവൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിലൂടെ ആ കുടുംബം ഒന്നൊഴിയാതെ സ്നാനപ്പെട്ടു. സ്തോത്രം. കാരണം വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ഏത് നിമിഷവും തയ്യാറായി നിന്ന് അപ്പസ്തോലന്മാരെ നോക്കിയ യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ ഒരു ഉറപ്പ് പറയാം. നിങ്ങളൊരു വീട് വിസിറ്റ് ചെയ്യാൻ പോയില്ലെങ്കിലും നിങ്ങളുടെ അകത്തൊരു സുവിശേഷ ദാഹമുണ്ടെങ്കിൽ ഒരുവനെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നിരിക്കും. സ്തോത്രം. ഇത് ദൈവത്തിന്റെ നീതിയാ. പക്ഷെ നിനക്കവിടെ
സ്തോത്രം. അതിലേക്ക് പോകുന്നില്ലേ? സമയമില്ല. സ്തോത്രം. വെളിച്ചമാണോ ഇല്ലയോ എന്ന് പരിശോധിച്ചോണം. ഇല്ലെങ്കിൽ അന്ധകാരമാ. ഒരു പാടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 തെസ്സലോനിയൻസ് 5:1-2 വായിച്ചേ. 1 Thessalonians 5:1-2. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നില്ല. 4 മുതൽ വായിച്ചു. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു. ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും. നിങ്ങൾ ആരുടെ മക്കളാ? വെളിച്ചത്തിന്റെ മക്കൾ. നിങ്ങൾ ആരാ? നിങ്ങൾ വെളിച്ചമാ. നിങ്ങൾ എന്തില്ല? നിങ്ങൾ ഇരുളിലുള്ളവരല്ല. പകലിന്റെ മക്കളുമാകുന്നു. നിങ്ങൾ പകലിന്റെ മക്കളാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. പകലുള്ളവർ വെളിച്ചത്തിന്റെ മക്കൾ, സുബോധമായിരിക്കുക. അടുത്ത വാക്യം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ, നാമോ വെളിച്ചത്തിന്റെ മക്കളായാൽ, നാമോ വെളിച്ചമാകിയാൽ, വിശ്വാസവും സ്നേഹവും എന്ന കവചവും സ്ഥിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നിങ്ങൾ സുബോധത്തോടെ ആയിരിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? നീ സാക്ഷാൽ വെളിച്ചമാണെങ്കിൽ നിന്റെ അകത്ത് എപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കും. സ്തോത്രം. ഈ മണ്ണാങ്കട്ട പറഞ്ഞ് കരഞ്ഞിരിക്കുന്നവരല്ല ദൈവമക്കൾ. അയ്യോ എനിക്ക് സമ്പത്തില്ലേ, അയ്യോ എനിക്ക് രോഗമുണ്ട്, അയ്യോ എൻ്റെ കുടുംബീതം പ്രശ്നമാണ്, അയ്യോ എൻ്റെ ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് പറയും. എൻ്റെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആമേൻ, ആദ്യം രാജ്യനീതി അന്വേഷിക്കുമ്പോൾ സകലത് നേരെയാക്കി തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കും. എപ്പോഴും നീ ചിന്തിക്കണം, എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു ചുവട്, എൻ്റെ ഒരു പ്രവൃത്തി, എൻ്റെ ഒരു നോട്ടം കർത്താവേ നിത്യതയ്ക്ക് തടസ്സമാണോ എന്ന് നീ തന്നെ പരിശോധിക്കണം. സ്തോത്രം. നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഇപ്പൊ ആർക്കും താല്പര്യമില്ല. ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ പെന്തക്കോസ്തുകാർ ഇവർ ചോദിക്കുന്നു, സ്വർഗമുണ്ടോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാ. സ്തോത്രം. എപ്പോഴും ഭാരം എന്താ? ഞാൻ പറയാം, സൗകര്യമായിട്ട് പറയാം, അയ്യോ കുടുംബത്തിൽ അവരെന്നോട് വഴക്കുണ്ടാക്കി, അമ്മായിമേനെ മൈൻഡ് ചെയ്തില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഡീഗ്രേഡായി കഴിഞ്ഞ. സ്തോത്രം. നിങ്ങളുടെ ലക്ഷ്യം എവിടാ? നിത്യതയാ. നിന്നെ ദ്രോഹിച്ചവർ കൂടെ നിത്യത പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടവളാണ് ഈ സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവളാണ് ഈ സ്തോത്രം. അതുപോലെ സഹോദരന്മാർ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ആമേൻ, ചെറിയ വിഷമങ്ങൾക്ക് വേണ്ടി, ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് ആകുലപ്പെടുവല്ല. എൻ്റെ നിത്യതയ്ക്ക് എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ തീരുമാനം, എൻ്റെ വഴി, എൻ്റെ ചുവട്, ഇതെല്ലാം ഞാൻ പരിശോധിക്കണം. തെറ്റിപ്പോയെങ്കിൽ പരസ്യമായി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമയായിച്ച് യഥാസ്ഥാനപ്പെടുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കൊലോസ്യത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുതിരിക്കുന്നെങ്കിൽ ഭൂമിയിലുള്ളതല്ല, 3 അധ്യായം 1-2 വാക്യമാ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. വായിച്ചേ. ഇരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. പിന്നെ പറയുക, ഭൂമിയിലുള്ളതല്ല. വീണ്ടും പറയുക, ഒന്നുകൂടെ പറയുക, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, നിത്യത അകത്ത് വന്നാൽ ഭയമില്ല. പിന്നെ നിത്യത അകത്ത് വന്നാൽ ഭയമില്ല. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവുമാ. സ്തോത്രം. കാരണം ജീവിക്കുന്നത് ഭൂമിയിൽ ക്രിസ്തുവിൽ, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ 10 കന്യകമാർ എന്ത് ചെയ്തു? വിളക്ക് കൊരുത്തി ഇങ്ങനെ കാത്തിരുന്ന് മണവാളൻ ഇപ്പൊ ഒരു സ്തോത്രം. ഹല്ലേലൂയ. മണവാളന്റെ വരവ് വരെയും ഞാൻ പ്രകാശമായി നിൽക്കണമെന്ന് ബുദ്ധിയുള്ള 5 കന്യകമാർ തീരുമാനമെടുത്തു. അടുത്ത 5 കന്യകമാരും അതേ ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിച്ചെങ്കിലും തീരുമാനമില്ലായിരുന്നു.
കത്തുന്നിടം വരെ കത്തട്ടെന്ന് വിചാരിച്ചു, പ്രകാശം കൊടുക്കുന്നിടം വരെ കൊടുക്കട്ടെന്ന് വിചാരിച്ചു. മണവാളം വന്നപ്പോൾ വീണ്ടും പ്രകാശമാകുവാൻ ശ്രമിച്ചപ്പോൾ 5 പേരുടെ വിളക്കുകളിൽ പ്രകാശമില്ല. 5 പേരുടെ വിളക്കുകളിൽ പ്രകാശം വ്യാപരിച്ചു. അവർ വെളിച്ചമായി തീരുവാൻ, ആ സമയത്ത് യഥാസ്ഥാനപ്പെടുവാൻ നോക്കി, നടന്നില്ല. സ്തോത്രം. ആമേൻ. 25:10 പറയുന്നു, ഒരുങ്ങിയിരുന്നവർ. വായിച്ചേ മത്തായി 25:10. മാത്യു 25:10. മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ. ഇങ്ങനെ ഞാൻ തിരുത്തി വായിക്കാൻ പോവുക. പ്രകാശമായിരുന്നവർ, വെളിച്ചമുള്ളവർ എവിടെന്ത് ചെയ്തു? അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. സ്തോത്രം. മത്തായി 22:1-2 വായിച്ച കല്യാണ സദ്യ എന്താന്ന് പറയുന്നുണ്ട്. വായിച്ചേ. യേശു പിന്നെ അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. കല്യാണ സദ്യ എന്താണ്? സ്വർഗരാജ്യം കല്യാണ സദ്യയോട് തുല്യം. അപ്പൊ കല്യാണ സദ്യക്ക് പോയെന്ന് പറഞ്ഞാൽ ഒരുങ്ങിയിരുന്നവർ മണവാളോട് എങ്ങോട്ട് പോയി? സ്വർഗരാജ്യത്തിലേക്ക് പോയി. സ്തോത്രം. അവരുടെ വിളക്കിൽ എന്തുണ്ടായിരുന്നു? വെളിച്ചമുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ നല്ല എരിവായിരുന്നു, തുടക്കത്തിൽ നല്ല ബൈബിൾ വായനയായിരുന്നു, ദർശനങ്ങൾ കാണുമായിരുന്നു, നടക്കുകയില്ല. സ്തോത്രം. ആമേൻ. നിന്റെ പ്രവൃത്തി അവസാന നിമിഷം നീ എങ്ങനെ ഇവിടെ അവസാനിക്കുന്നുവോ അവിടാണ് നിന്റെ ഡെസ്റ്റിനി ഡിഫൈൻ ചെയ്യുന്നത്. സ്തോത്രം. നിന്റെ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതെന്ന് വചനം പറയുന്നു. അതിനായി ശ്രമിക്കണമെന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 10 പേര് നിന്നതാ. 10 പേരും വിളക്കുണ്ടായിരുന്നു, എണ്ണ ഉണ്ടായിരുന്നു, കത്തിച്ചതാ സത്യം. പക്ഷേ 5 പേർ നഷ്ടപ്പെട്ടു. സ്തോത്രം. ആമേൻ. ഒരു കാര്യം ഓർത്തോണം, അവൻ 9:15 വരുന്നുണ്ട്, ഞാൻ 9 വരുന്നെങ്കിൽ നീ ആ മണ്ടൻ, നീ 9 മണിക്ക് വന്നേക്കണം. നിന്റെ എണ്ണ ആദ്യം മുതൽ കത്തണം, അവസാനം വരെയും കത്തണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങിയിരുന്നവർ മണവാളനോടുകൂടെ, വെളിച്ചമായിരുന്നവർ മണവാളനോടുകൂടെ. സ്തോത്രം. സ്തോത്രം. കാരണം ക്രിസ്തുവിലായി കഴിയുമ്പോൾ ഈ വലിയ വെളിച്ചവും ഞാനാകുന്ന വെളിച്ചം കൂടെ ഒന്നിച്ചായി കഴിയുമ്പോൾ ഏതാ രണ്ടെന്നറിയില്ല, അതൊന്നായി മാറുന്നു, പുത്രനായി മാറുന്നു. ക്രിസ്തു തലയും സഭ ശരീരവുമായി മാറുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പിതാവ് വെളിച്ചമാ, പുത്രൻ വെളിച്ചമാ, നീയും വെളിച്ചമായി തീരണം. ആമേൻ. നിന്നെ കാണുന്നവരുടെ അകത്ത് ക്രിസ്തു എന്നൊരാഗ്രഹം മുളയ്ക്കണം. കാണുന്നവരോട് ക്രിസ്തുവിനെ അറിയിക്കുവാനുള്ള തീരുമാനമുണ്ടാകണം. അവസാന നിമിഷം വരെയും ഈ കൃപ ഞാൻ മുറുകെ പിടിക്കുമെന്നുള്ളൊരു ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. അവസാനം വരെ എൻ്റെ പ്രകാശം കെട്ടുപോകാതെ സൂക്ഷിപ്പാൻ ആമീൻ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പിതാവിൻ്റെ കാൽക്കൽ കിടന്ന് പിന്നെയും എണ്ണ പകരപ്പെട്ട് ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ പറയുന്നു, ആമേ സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ ഇത് പറയുന്നു, ആമേ നിലവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ആ വെളിച്ചമായി തീരണം നീ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വെളിച്ചമായി മാറിയാൽ പണി തുടങ്ങി ദൈവം. പിന്നെ പണി തുടങ്ങി. സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്തു തീർക്കുന്നിടം വരെയും ദൈവം പിന്നെ അടങ്ങിയിരിക്കുകയില്ല. സ്തോത്രം. ആ തേജസ് നിന്റെ മേൽ വെളിപ്പെടുന്നിടം വരെയും ദൈവം അടങ്ങിയിരിക്കുകയില്ല. സ്തോത്രം. തീരുമാനത്തോടുകൂടെ ഈ പകൽ നമുക്ക് മടങ്ങിപ്പോകാം. ആമേൻ. പ്രശ്നങ്ങളെ തള്ളി ദൂരെ കളയാം. നിത്യത എന്നുള്ള ദർശനം അകത്ത് സ്വീകരിക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. കർത്താവ് എനിക്കും ആ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തിൽ പകരപ്പെട്ട ആ വെളിച്ചമായൊരു അനുഭവത്തിലേക്ക് ഒരു മകനായി എന്നെയും നയിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് ആലയം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഈ ദൂത് മറന്നു പോകാതെ അതിനായി ഉത്സാഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസ്ഥ എല്ലാവർക്കും